അപ്പൊ ഈ മൂവി എന്നാത്ത കേസോട് മൂവി ഇറങ്ങിക്കഴിഞ്ഞപ്പം നിങ്ങളുടെ ക്യാരക്ടർ ഹിറ്റ് ആയപ്പം എന്തായിരുന്നു തോന്നിയത്? പ്രത്യേകിച്ച് ആ പാട്ട് സോങ് ഒന്ന് പാടുവോ? ഒരു 2 വരി അത് പാടാം. ഹൈപ്പിച്ചാണോ ലോപ്പിച്ചാണോ? ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. കൊള്ളാം. കറക്റ്റ് ആ സീൻ ഇവിടെ വന്നു. അവിടെ കാറ്റടിക്കുന്നു, പാടുന്നു. പാട്ടൊന്നും പാടാൻ സ്റ്റേജിൽ കയറി മര്യാദക്കായിട്ട് വർത്താനം പോലും പറഞ്ഞിട്ടില്ലാത്ത ആളാ ഞാൻ. ഞാൻ പാട്ട് പാടി നായികയാ. അതെ, അതല്ലേ പാട്ട് പാടി ഉണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പാട്ട് പാടാൻ പഠിച്ചു, അക്ഷരത്തെറ്റില്ലാണ്ട് പാടാൻ പഠിച്ചു. അങ്ങനെയല്ലേ, പാട്ടൊന്നും എനിക്ക് അറിയുന്ന കാര്യമൊന്നുമല്ല. ഞാനിപ്പോ ചിത്ര ചേച്ചിന്റെ കൂടെ പാടിയാലും സുജാത ചേച്ചിയുടെ കൂടെ പാടിയാലും അവരെക്കാട്ടിലും നന്നായി പാടുന്ന പോലെ തോന്നും. പക്ഷെ അത് ഓഫ് ചെയ്താ അറിയില്ല, ഞാൻ എന്റെ അവസ്ഥയായിരിക്കുന്നില്ല കാര്യം. അങ്ങനെയുള്ളൊരു പാട്ടുകാരിയാ ഞാൻ. ഞാൻ ഇങ്ങനെ എന്റെ വോയിസിൽ ഒരു പാട്ട് പാടി ഇത്രയും നല്ല പാടി വെച്ചൊരു പാട്ട് ഞാൻ പാടുന്നല്ലോ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല. പിന്നെ ഈ സീനും സത്യത്തിൽ എന്തായിരുന്നു ചോദിച്ചേ? ചോദ്യം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ പാട്ട് ഉൾപ്പെടെ നിങ്ങൾ ഹിറ്റായി എന്നത്തെ കേസ്. അപ്പൊ എന്തായിരുന്നു ഫീലിങ്സ്? അപ്പൊ ഞാൻ പറയാം. അപ്പൊ ഈ പാട്ടില്ലേ, ഈ പാട്ട് പാടാനുള്ള ഇത് കിട്ടി. അതുപോലെ ആ ക്യാരക്ടർ ഇത്ര ഹിറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആ ക്യാരക്ടർ എല്ലാരും തിയേറ്ററിൽ ചിരിച്ചില്ലേ, തിയേറ്ററിൽ നിന്ന് ചിരിക്കാനുള്ള ഒരു എലമെന്റ് അതിലുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തു വെച്ചിട്ടില്ല എന്നല്ല, ഞാനത് ചെയ്യുമ്പോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര സീരിയസ് ചിത്രയുടെ ആദ്യത്തെ സംശയം ആണോ? ഇതിനെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ ചെയ്തു. ശരിക്കും ചിരിച്ചു. നിങ്ങൾ രണ്ടുപേരെയും ആ ഒരു പേര് ശരിക്കും നല്ലപോലെ നമുക്ക് ചിരി വന്നു. കാരണം ആ സിനിമയിൽ ഈ കഥേന്റെ പോക്ക് എങ്ങനെയാണെന്നും എന്റെ ക്യാരക്ടർ എത്രത്തോളം ഉണ്ട് എന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഈ സിനിമയില് നിങ്ങൾ മാത്രമാണ്. അപ്പൊ ഇതെങ്ങനെ, ഐ മീൻ കൊറേ ആൾക്കാരുണ്ട് നിങ്ങളെ വെച്ചിട്ടല്ലേ നായകനും വന്നേക്കുന്നേ. അതെന്തെങ്ങനെയൊക്കെ ബാക്കിയുള്ളവരുടെ ബോളന്മാര് അല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ സിനിമയില് നായകൻ ആണോ? അതെ, അപ്പൊ സീരിയസ് ആയിട്ടാണോ അപ്രോച്ച് ചെയ്തത്? തമാശയായിട്ട് സെറ്റിൽ എങ്ങനെ ആയിരുന്നു? അല്ല, സെറ്റില് കുറച്ച് തമാശയും കാര്യങ്ങളെല്ലാം ഉണ്ട്. തമാശയല്ലേ, പക്ഷെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഡേ പോകുന്ന സമയത്തെല്ലാം മനസ്സിലുണ്ടല്ലോ, സുമലതയും സുരേഷ് ഏട്ടനെയും എല്ലാരും സ്വീകരിച്ചു. അപ്പൊ ഇനി ഇത് ത്രൂ ഔട്ട് ചെയ്യുമ്പോ ഒരുപാട് ഏരിയാസ് ചെയ്യാനുണ്ട്. ഇത് വരുമ്പോ കുറച്ചും കൂടി ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ഒരു ബോധമുണ്ട്. ആ ബോധം മാത്രമേ അപ്പോൾ പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ളൂ. പറ്റുമെന്നുള്ള കാര്യത്തില് ഭയങ്കര ടെൻഷൻ ഉണ്ടായത്. പിന്നെ രതീഷ് ചേട്ടന്റെയും എല്ലാം നമ്മളോടുള്ള ആ ഒരു നല്ല കംഫർട്ട് ആക്കി തന്ന. അതെ, നിങ്ങളുടെ മൂവിയുടെ പോസ്റ്ററിൽ തന്നെ ഉണ്ട് അച്ഛനെ പോലെ നിൽക്കുന്ന, നമ്മളെ ചേർത്ത് പിടിച്ച്. പുള്ളി ഇല്ലാത്തത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. പുള്ളി വേണമായിരുന്നു, പുള്ളിയോടും കൂടെ ചോദിക്കണം. കാരണം രജ് സാർ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് അല്ലേ? ആ കണ്ണുകൊണ്ടുള്ള ആ ഒരു വീഡിയോ ഇപ്പൊ ഇറക്കി അതൊന്ന് കാണിച്ചു തരുമോ? അങ്ങോട്ട് അതെങ്ങനെ? ഇങ്ങോട്ട് നിന്നിട്ട് ഇങ്ങോട്ട് കാണിച്ചാൽ മതി. ഉറക്കം വരുന്നല്ലേ പറയാം, നമുക്ക് ഉറക്കം മാറ്റിയേക്കാം. എനിക്ക് നമുക്കുള്ളത് വെച്ച് ബൂസ്റ്റ് ചെയ്യാം. ഉള്ളത് വെച്ച് ഞങ്ങൾ അവസാനം കൗണ്ടർ ഇടാം ലാസ്റ്റ്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. പറ്റിയില്ലെങ്കിലും നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ചെയ്തത് കൊണ്ട്
അതെ അവാർഡ് പോയി നമ്മള് അവാർഡ് തന്നിരുന്നേ. രാജേശ്വരൻ പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. എന്താ ഓക്കെ താങ്ക് യു.